ആലപ്പുഴയിലേക്കാണ്. നെൽകർഷകർ ശക്തമായ പ്രതിഷേധം തുടരുമ്പോഴും സിവിൽ സപ്ലൈസ് വഴി സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ സർക്കാർ നിലവിൽ കർഷകർക്ക് നൽകാനുള്ളത് 596 കോടിയിലധികം രൂപയാണ്. പ്രളയം വിട്ടൊഴിയാത്ത കുട്ടനാട്ടിലടക്കം കർഷകർ മുഴുപട്ടിണിയിലുമാണ്. എന്നിട്ടും സർക്കാർ അവഗണന തുടരുന്നതിനെക്കുറിച്ച് കർഷക മോർച്ച അടക്കം പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, നെൽകർഷകർക്ക് കിട്ടേണ്ട പണം പോലും കിട്ടുന്നില്ല. 596 കോടിയിലധികം രൂപ കിട്ടാനുണ്ട് എന്നുള്ളത് വലിയ കണക്കാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഹി, കഴിഞ്ഞ ഏപ്രിൽ സംഭരിച്ച നെല്ലിൻ്റെ വിലയാണ് ഇനിയും നൽകിയിട്ടില്ലാത്തത്. അതേതാണ്ട് 1 ലക്ഷത്തിലധികം കർഷകരാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത്. ഇത്തരം കർഷകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പാടി മാർക്കറ്റിംഗ് ഓഫീസ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് വരെ കർഷകരുടെ സമരമെത്തി. അന്ന് ഈ പണം ചോദിച്ച് അവിടെ എത്തിയ കർഷകർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഏതാണ്ട് 6 മാസത്തിലധികം വരുന്ന അധ്വാനം, അതോടൊപ്പം കയ്യിലിരിക്കുന്ന പണം മൊത്തം മുടക്കി പാടത്ത് കഷ്ടപ്പെട്ട് നെല്ല് വിളയിച്ച് ആ നെല്ല് സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് ആ പണം ചോദിച്ചതിൻ്റെ പേരിൽ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കുട്ടനാട്ടിലെ അടക്കം കർഷകർ ഇന്ന് നേരിടുന്നത്. അവർക്ക് 596 കോടി രൂപ ഇനിയും നൽകാനുണ്ട്. നെല്ല് സംഭരിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു, എന്നിട്ടും ഒരു നടപടിയുമില്ല. അവർ തന്നെ ഈ കുട്ടനാട്ടിൽ തന്നെ 10,000 ഹെക്ടറോളം രണ്ടാം കൃഷി ചെയ്യുന്നുണ്ട്. അതായത് പുഞ്ചകൃഷി വിളവെടുപ്പിന് ശേഷം വീണ്ടും ഈ പ്രളയത്തെ എല്ലാം അതിജീവിച്ച് കൃഷി ചെയ്യാനായി ഒരുമ്പെട്ടിറങ്ങിയ ആ കർഷകരും ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം പമ്പിംഗ് സബ്സിഡി ഇല്ല, നെൽവിത്ത് കൃത്യമായി ലഭ്യമാക്കുന്നില്ല. അങ്ങനെ ഒരു ആനുകൂല്യങ്ങൾ, പുറംബണ്ടുകൾ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ മടവീഴ്ചയിൽ വലിയ നഷ്ടമുണ്ടാകും. ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോഴും ഇതിന് നേരെ എല്ലാം കണ്ണടയ്ക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂൾ തുറന്നു, കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചതിൻ്റെ, ഇല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം തേടുന്ന മക്കളാണെങ്കിൽ അവരുടെ കാര്യം, കോളേജുകളിലെ അഡ്മിഷൻ നടക്കുന്നു. ഈ കാര്യങ്ങൾക്കൊന്നും പണമില്ല. അതിൻ്റെ കൂടെയാണ് പകർച്ചവ്യാധികൾ ഈ പ്രളയത്തിനൊപ്പം വരുന്നത്. ആ പ്രളയവും ഏതാണ്ട് 4ാം വട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് മെയ് അവസാന വാരം എത്തിയ പ്രളയം പിന്നീട് വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് കുട്ടനാടിൻ്റെ അവസ്ഥ. ഇന്നലെ വരെയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തമായിരുന്നു. ഈ രീതിയിലെല്ലാം പ്രതിസന്ധി നേരിടുമ്പോൾ കൊടുക്കാനുള്ള പണം പോലും സർക്കാർ നൽകുന്നില്ല. ഇവരുടെ ഈ ദുഃഖം ആര് തിരിച്ചറിയുമെന്നതാണ് ഈ കുട്ടനാടൻ കർഷകർ ചോദിക്കുന്നത്. ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് കർഷക മോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. ഇന്ന് കുമ്മനം രാജശേഖരൻ ഈ കർഷകരുടെ പ്രശ്നം കാണുന്നതിന് വേണ്ടി വീണ്ടും കുട്ടനാട്ടിലേക്ക്, ആലപ്പുഴയിലേക്ക് എത്തുകയാണ്. നിരവധി തവണ കുട്ടനാട് സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തിയിരുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പരിഹാരം തേടാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മയിൽ അത് BJP അനുകൂല സംഘങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നെല്ല് സംഭരിക്കാനുള്ള ഒരു നീക്കവുമായും BJP രംഗത്തെത്തുന്നുണ്ട്. ആ രീതിയിലെല്ലാം കർഷകരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ അവഗണനയാണ്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് കുമ്മനം രാജശേഖരൻ കൃഷിമന്ത്രി P. പ്രസാദുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടാകുമോ എന്നത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. എന്തു തന്നെയായാലും വലിയ ക്രൂരതയാണ്. 596.6 കോടി രൂപ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംഭരിച്ച നെല്ലിന്റെ വില സർക്കാർ നൽകുന്നില്ല. ഇതോടുകൂടി വലിയ രീതിയിലുള്ള ദുരിതത്തിലേക്ക് കർഷകർ പോകുന്നുണ്ട്. കർഷകർക്ക് നൽകാനുള്ളത് 596 കോടിയിലധികം രൂപ എന്നുള്ള കണക്ക് വളരെ ഞെട്ടിക്കുന്നതാണ്. പ്രളയം വിട്ടൊഴിഞ്ഞിട്ടില്ല കുട്ടനാട്ടിൽ. അവിടെ കർഷകർക്ക് പട്ടിണിയിലാണ്. എന്നിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് കാര്യം. കർഷക മോർച്ച ഈ വിഷയം അടക്കം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലുമാണ്. സുധീഷ് ഗോപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.